ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു ഗോൾഡ് മൈനിലോട്ടുള്ള യാത്രയിലാണ്. ഇപ്പോൾ ഞാൻ ഇറങ്ങിയുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്ന വഴികളാണ് ഈ കാണുന്നത്. അകലെ കുറേ വീടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഷീറ്റിട്ട കുറേ വീടുകളെല്ലാം ദൂരെ ഇങ്ങനെ കാണാം. നമുക്ക് ബിൽഡിങ്ങുകളൊന്നുമില്ല ഇവിടെ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഞാനപ്പോൾ പയ്യെ രാവിലെ ഒരു 9-10 മണിയായപ്പോൾ ഇറങ്ങിയത്. വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഫ്രൂട്ട്സ് വല്ലതും കഴിക്കാമെന്നാണ് വിചാരിക്കണം. ഞാൻ മിക്കപ്പോഴും വരുമ്പോൾ ഇവൻ്റെ ഫ്രൂട്ട്സ് കടയിൽ നിന്നാണ് ഫ്രൂട്ട്സ് മേടിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതുണ്ട്. ഇത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള. അപ്പോൾ ഇങ്ങനെ എല്ലാ ഫ്രൂട്ട്സും അരിഞ്ഞ് നമുക്ക് ചെറിയൊരു പാത്രത്തിലാക്കി തരും. അത് കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വിശപ്പ് മാറും. നല്ല ഇതാണ്. അവോക്കാഡോ ഒക്കെ എല്ലാം നാച്ചുറൽ ഫ്രൂട്ട്സാണ്. ഇവിടെ തന്നെ ഉണ്ടാവുന്ന ഫ്രൂട്ട്സുകളാണ് അതെല്ലാം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പയ്യ റോട്ടിലോട്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഗോൾഡ് മൈനിലോട്ടുള്ള പോക്കാണ്. ഇതാണ്. ഇങ്ങനെ പോകുമ്പോൾ ദൂരെ കാണുന്നതാണ് എമ്പാണ്ട ടൗണൊക്കെ കാണാം. അങ്ങ് ദൂരെ മലനിരകളുടെ താഴ്വാരത്താണ് ഈ ടൗൺ ഇരിക്കുന്നത്. മലയെല്ലാം ദൂരെയാണ് കേട്ടോ. ചുറ്റും മലനിരകളാണ് ഇരിക്കുന്നത്. കൊച്ചു കൊച്ചു വീടുകളൊക്കെ ഉണ്ട് ഇവിടെ ഈ സൈഡുകളിലെല്ലാം. അധികം വലിയ ജനവാസമൊന്നും ഇല്ലാത്ത ഏരിയകളാണ് ഇവിടെയൊക്കെ. പിന്നെ വലിയ തിരക്കില്ല. റോഡൊക്കെ മിക്കപ്പോഴും വിജനമായ സ്ഥലങ്ങളാണ്. എല്ലാ ഷീറ്റിട്ട വീടുകളാണ്. ഇനിയിപ്പോൾ റോഡ് വളരെ മോശമാണ്. പിന്നെ മൈനിലോട്ട് പോകുന്ന വഴികളെല്ലാം ടാറൊന്നും ചെയ്യാത്ത വഴികളാണെല്ലാം. രാത്രിയൊക്കെ പോയാൽ നമുക്ക് പേടിയാവും. ഒരു സ്ട്രീറ്റ് ലൈറ്റോ ഒന്നുമില്ല. വല്ലപ്പോഴും ആൾക്കാരിലേക്ക് പോവുക മാത്രമേ ഉള്ളൂ, ഇടയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വഴി വേണം ഞങ്ങളുടെ മൈനിലോട്ട് പോകാൻ. ഇതിപ്പോൾ മൈനിലോട്ട് പോകുന്നതിൻ്റെ ഉള്ള ഒരു പ്രദേശമാണത്. ഇവിടെ കുറച്ചങ്ങ് ചെല്ലാൻ നേരത്ത് ഒരു ചെറിയൊരു ഗ്രാമം കാണാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക്. ഞാനിപ്പോൾ അകലെ പോയിട്ട് പോലും ഇവിടെ മനുഷ്യവാസം തന്നെ വളരെ കുറവാണ്. അങ്ങ് ദൂരെയൊക്കെ വല്ല വീടുകൾ ഒക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടാകത്തുള്ളൂ. ആരും അങ്ങനെ പുറത്തോട്ടൊന്നും അധികം കാണാറില്ല. ഇത് കണ്ട ഇവിടെ ഉള്ള ചെറിയൊരു കൊച്ചു ഗ്രാമമാണത്. കുറച്ച് വീടുകളേ ഉള്ളൂ അവിടെ. ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് ഇപ്പുറത്ത് കാണുന്നത്. അപ്പോൾ അവൻ്റെ ഒരു മൈനാണ്. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് കൊണ്ടുപോയി കാണിക്കുന്നത്. അപ്പോൾ അവൻ്റെ അപ്പൂപ്പൻ ആരാണ്ടൊക്കെ അടക്കം ചെയ്തേക്കണത് ഈ ഗ്രൗണ്ടിൽ തന്നെയാണ്. അതാണ് അവൻ കൈ ചൂണ്ടി കാണിച്ചത്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അടക്കം ചെയ്തേക്കണത്. അപ്പൂപ്പനെ അമ്മൂമ്മനെ ആരാണ്ടൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ കാട്ടിൽ കൂടി കുറച്ച് ദൂരം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. കുറച്ച് അകത്തോട്ട് കയറിയിട്ടാണ്. എൻ്റെ വീട് കുറച്ച് മാറിയാണ്. ഇവിടെ ഒരുപാട് പേരിങ്ങനെ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഒരുപാട് ആഴത്തിൽ കുഴിച്ച് ഇട്ടേക്കണേ. രാത്രിയൊക്കെ വന്ന് നോക്കിയില്ലെങ്കിൽ അത് വീണ് കഴിഞ്ഞാൽ മരിച്ചു പോകും. അത്രക്ക് ആഴമുണ്ട്. പക്ഷെ വെള്ളമൊന്നുമില്ല. താഴോട്ട് ഇറങ്ങി ചെന്നിട്ട് അവിടെ നിന്നാണ് അവർ ഗോൾഡ് ഇതൊക്കെ എടുക്കുന്നത്. പിന്നെ ഞാനപ്പോൾ അവരുടെ അടുത്ത സ്ഥലങ്ങളിലോട്ടൊക്കെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവർ അടുത്ത സ്ഥലത്തോട്ട് നമ്മളങ്ങോട്ട് കൊണ്ടുപോയി. ഒരു ചെറിയൊരു മലമ്പ്രദേശമാണിത്. നല്ല വെയിലുണ്ടെങ്കിലും ചൂടില്ല. ഇപ്പോൾ തണുപ്പ് കാലമാണ് ഇവിടെ. അതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല ഇവിടെ. ഇത് ഓരോ ആൾക്കാരുടെ സ്ഥലങ്ങളാണ്. അപ്പം ഇവർ വന്നിട്ട് ആ സ്ഥലക്കാരോട് ഇത് ചോദിച്ച് അവരവിടെ നിന്ന് ഗോൾഡ് മൈനിങ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഇത്ര ശതമാനം ആ ലാൻഡിൻ്റെ ഓണർക്ക് കൊടുക്കും. ബാക്കിയുള്ള പൈസ ഇവർ തന്നെ എടുക്കും. അതിപ്പോൾ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഖനനം ചെയ്യുമ്പോൾ ഒരു 2-3 ഗ്രാമൊക്കെയും കിട്ടുന്നത്. അപ്പം അതിൽ നിന്നുള്ള ഇത്ര ശതമാനം ആ ലാൻഡിൻ്റെ ഓണർക്കും കൊടുക്കണം. ബാക്കിയുള്ള പൈസ ഇവർ വീതിച്ചെടുക്കണം. അപ്പോൾ ഇത് ഓരോ കുഴിക്കും ഒരു ഇത്ര പേരുണ്ടാവും. അവരാണ് അതെല്ലാം വീതിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഈ ഷെഡൊക്കെ ഇട്ടേക്കണ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് അവർ ഗോൾഡൊക്കെ കൊണ്ടുവന്നിട്ട് അവർ വാഷ് ചെയ്ത് കെമിക്കലൊക്കെ ഇട്ടത് ശരിയാക്കുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഈ മൈനിലോട്ടൊന്നും അങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ല. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മൈനാണ്. അപ്പോൾ അവന് വരാൻ പറ്റിയില്ല. അപ്പോൾ അവൻ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഇവരെ ഞാൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ രാത്രിയാകുമ്പോൾ എങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അതുപോലെ ചില കുഴികളൊക്കെ ഇടക്ക് കാണാൻ പറ്റും. ഭയങ്കര ആഴത്തിലുള്ള കുഴികളാണ് ഇവിടെയൊക്കെ ഉള്ളത്.
ഇവർക്ക് എല്ലാവർക്കും വലിയ ലാംഗ്വേജ് അറിയില്ല കേട്ടോ. 1-2 പേർക്ക് മാത്രമേ കുറച്ച് ഇംഗ്ലീഷ് അറിയാൻ പാടുള്ളൂ. ബാക്കി എല്ലാവരും സംസാരിക്കുന്നത് സ്വാഹിലി ഭാഷയിലാണ്. സ്വാഹിലി എനിക്ക് കുറച്ച് വാക്കുകളെ എനിക്കറിയാൻ പാടുള്ളൂ, കുറേ ഒന്നും അറിയില്ല. പിന്നെ ഇവിടെ തന്നെ വലിയ ആഴത്തിൽ ഒരു കുഴി ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് നോക്കുമ്പോൾ തന്നെ പേടിയാണ്. അതുകൊണ്ട് പിന്നെ ഞാനത് വിശദീകരിച്ച് കാണാത്തത്. ഇവിടെയൊക്കെ താഴോട്ട് ഇറങ്ങി അതിൻ്റെ അപ്പുറത്തൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് വരുന്ന 2-3 പേരുണ്ട്. അതിലൊരുത്തരാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറാണ്. വെള്ളമൊക്കെ കേട്ടാൽ തന്നെ വെള്ളമൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവിടെ. പാറകൾ എത്ര കുഴിച്ചിട്ടും അവിടെയൊന്നും വെള്ളമില്ല. കാരണം അവിടെ നിന്നാണ് അവർ ഖനനം ചെയ്യുന്നത്. ഇവരൊക്കെ അവിടെ പണി തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെന്നപ്പോൾ 12 മണി 12:30 1 മണിയായപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആണ് അവർ നിർത്തി പോകുന്നതാണ്. അതിലാറ്റത്ത് നിൽക്കുന്നവനാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദർ, കസിനെ കണ്ടുപോകണം. അവനും വലിയ ലാംഗ്വേജ് ഒന്നും അറിയില്ല. എല്ലാവരും സ്വാഹിലിയാണ് പറയുന്നത്. എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവട്ടോ. ഇവരൊക്കെ അടുത്ത് തന്നെ താമസിക്കുന്ന ആൾക്കാരാണ്. മഴ സമയമൊക്കെ ആ നേരത്ത് ഇവിടെ പണി ഉണ്ടാവില്ല. കാരണം ഈ കുഴിയിലോട്ടൊക്കെ വെള്ളം കയറി നിറയാം. അപ്പോൾ അവർക്ക് അതിൽ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇവർക്ക്. ആ സമയത്തൊക്കെ ഇവർ വേറെ വല്ല ജോലിക്ക് പോകും. ഇപ്പോൾ ഇതുള്ളതുകൊണ്ട് ഇവർ മൈനിങ് ചെയ്ത് ജീവിക്കുന്നു. ആ കെട്ടിയേക്കണതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ ഷെഡൊക്കെ കെട്ടി. ഇവിടെ വലിയ കുഴിയാണ്, ഭയങ്കര ആഴത്തിലുള്ള കുഴിയാണ്. നമുക്ക് നോക്കാൻ കൂടി പേടിയാവുന്ന പോലെയുള്ള കുഴിയാണ്. എന്നിട്ട് ആ കുഴിയുടെ അതിലോട്ട് ഇറങ്ങി ചെന്നിട്ട് അവിടെ നിന്ന് പിന്നെ താഴെ കൂടി L ഷേപ്പിൽ വേറെ വശത്തോട്ട് നമുക്ക് മുന്നോട്ട് നടന്നു പോവാം. അപ്പം ഞാൻ ഇറങ്ങുന്നതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ അടുത്ത ഇതിൽ ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം എൻ്റെ ഫ്രണ്ട് വന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് അവിടെ ഇറങ്ങാൻ പറ്റായിരുന്നത്. അപ്പം ഇറങ്ങുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ പ്രദേശമൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ഇതുപോലെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മൈനിങ് ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ. ഞാനും ഒരു മൈനിങ്ങിൻ്റെ ഒരു ഇതിൽ തന്നെ ഞങ്ങളുടെ ഒരു കമ്പനിയുണ്ട്. പക്ഷെ അത് സെക്യൂരിറ്റി ഇഷ്യൂ അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല ഇതിൽ. അതുകൊണ്ടാണ് ഞാൻ വേറെ ആൾക്കാരുടെ ഞാൻ കാണിച്ചത്. പിന്നെ ആ ഭക്ഷണം കഴിക്കാൻ കുറേ ക്ഷണിച്ചു. ഞാൻ പോവില്ല. അവർ മറ്റേ ഇതാണ് ഗാലിയാണ് ഉണ്ടാക്കുന്നത്. അവരുടെ ഭക്ഷണം കഴിക്കുന്നതാണ് അവരെല്ലാവരും. ഈ ഷെഡ് ഉണ്ടല്ലോ, ഈ ഷെഡിൽ ഒരു ടാങ്ക് പോലെ പണിതിട്ടുണ്ട്. ഈ ടാങ്കിൽ അവർ ഇത് കൊണ്ടുവന്ന് വെച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടിട്ട് വാഷ് ചെയ്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്തതിൽ വിശദീകരിച്ച് ഞാൻ പറയാം. ഞാൻ കുഴിയിലൊക്കെ ഇറങ്ങുന്നതിനെക്കുറിച്ചുള്ള കാണിക്കുമ്പോൾ വിശദീകരിച്ച് അതിനെക്കുറിച്ചൊക്കെ ഞാൻ അത് വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് ഞങ്ങൾക്കൊരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ ആ പ്രദേശമൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഇത് മലകളും ഇതിൻ്റെയൊക്കെ താഴെ വലിയൊരു സമ്പത്താണ് കിടക്കുന്നത്. പക്ഷെ അതിൻ്റെ മുകളിൽ എല്ലാവരും പട്ടിണി കിടക്കുകയാണ്. അത്ര ദാരിദ്ര്യമായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ജീവിക്കുന്നത്. പക്ഷെ ലോകത്തിലെ ഏറ്റവും വിലമതിക്കാനാകാത്ത സമ്പത്താണ് ഇതിൻ്റെ അടിയിലുള്ളത്. കുറേ മാറി ഞങ്ങളുടെ വീടുകളൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യമുണ്ട്. വെള്ളത്തിന് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഇതിപ്പോൾ കുറേ മാറി വീടുകളാണ്. ആ വീടെന്ന് പറയണത് എൻ്റെ ഫ്രണ്ടിൻ്റെ അവൻ്റെ തറവാടത്. ആ വീട് അതിൻ്റെ ബാക്കിലാണ് ഈ സ്ഥലം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചുള്ള എല്ലാ കാര്യവും ഞാനതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.